അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ തേങ്ങ ചമ്മന്തിയുടെ വീഡിയോ ആയിട്ടാണ്. പിന്നെ അത് തയ്യാറാക്കുന്നത് എൻ്റെതായ രീതിയിലാണ്. പിന്നെ എല്ലാവർക്കും പറ്റുന്ന തരത്തിൽ പരമാവധി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് അറിയാൻ വേണ്ടി വീഡിയോയിലേക്ക് കിടന്നാലോ. ഞാൻ ഇവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, 2 കഷ്ണം ഇഞ്ചി, പിന്നെ 10-12 കൊച്ചുള്ളി, പിന്നെ കുറച്ച് കാന്താരിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നമുക്കെല്ലാം ജാറിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പാകത്തിനനുസരിച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് 1 ഗ്ലാസ് വെള്ളം. വെള്ളം നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഒഴിക്കാം. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ, കുറച്ച് വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചാലും മതി. അപ്പോൾ നമ്മൾ അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ലൂസ് ആക്കണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. കട്ടിയാക്കണമെങ്കിൽ നമ്മൾ വെള്ളം കുറച്ച് ചേർത്താൽ മതി. ഞങ്ങളിപ്പോൾ ഒരു ഇച്ചിരി കട്ടിയായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഞാൻ ഇരുമ്പേട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2-3 ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി കുറച്ച് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി കുറച്ച് കറിവേപ്പില. ലോ ഫ്ലെയിമിലിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരച്ച് വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കണേ.